പണിപ്പുര പോയിന്റിന് വേണ്ടിയുള്ള ഒരു ടാസ്കിൻ്റെ പ്രോമോ ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ടീം വൈസ് ആയിട്ടുള്ള ടാസ്ക്കാണ് വരുന്നത്. ഒരു ഫിസിക്കൽ ടാസ്ക്കാണ്. പ്രോമോയിൽ ബിഗ് ബോസ് പറയുന്നത് യുദ്ധത്തിൽ നേർക്കുനേരെ നിന്ന് പൊരുതുന്നത് മാത്രമല്ല, തന്ത്രപൂർവ്വം എതിരാളിയുടെ സാമ്രാജ്യം വളഞ്ഞ് കൈയടക്കിയാണ് അന്തിമ വിജയം നേടിയെടുക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ടാസ്കിൽ വിജയിക്കണമെങ്കിൽ സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കുകയും വേണം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാമ്രാജ്യം പോയി തട്ടിയെടുക്കുകയും വേണമെന്നാണ്. ടീം എയും ടീം ബിയും തമ്മിലുള്ള നല്ലൊരു ഫൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മഞ്ഞ നിറത്തിലും റോസ് നിറത്തിലുമുള്ള ഫ്ലാഗുകൾ കൊടുക്കുന്നുണ്ട്. ബസറടിക്കുമ്പോൾ അത് ഒരു ചെളിയുണ്ട്, ഒരു മഡ്പിറ്റിൽ പോയി കുത്താൻ ഓടുന്നതാണ് നമ്മളെ പ്രോമോയിലൂടെ കാണിക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ആ കൊടി വലിച്ചൂരി ഏറ്റവും കൂടുതൽ കൊടികൾ അവസാനം മഡ്പിറ്റിലുള്ള വ്യക്തിയായിരിക്കും വിജയിക്കുന്നത്. അറിയില്ല, പ്രോമോയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാരണം ഷാനവാസിൻ്റെ കയ്യിൽ നിന്നും അക്ബർ വലിച്ച് ആ കൊടിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാരികയുടെ കയ്യിൽ നിന്നും ആദിലയും എന്തോ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും രണ്ട് ടീമാണ്. ഷാരിക ടീം എയും ആദില ടീം ബിയുമാണ്. അതുകൊണ്ട് തന്നെ ടീം എയും ടീം ബിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രോമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് ഇവരെ വാൺ ചെയ്ത് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നതാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വരിക എന്ന് ബിഗ് ബോസ് പ്രോമോയിൽ പറയുന്നുണ്ട്. എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നുന്നു. പ്രോമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ടാസ്ക് നല്ല രീതിയിലല്ല ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നാണ്. കാരണം പലർക്കും ഇഞ്ചുറി സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോമോയിൽ എന്തായാലും നൂറ തളർന്നിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ടും കണ്ടസ്റ്റൻസിൽ പലരും ഫിസിക്കലി സ്ട്രോങ് ആയവരുമുണ്ട്, വീക്ക് ആയവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ പലർക്കും ഇഞ്ചുറി സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പ്രോമോ കണ്ടിട്ട് ഇഞ്ചുറി സംഭവിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ടാസ്ക് നിർത്തി വെക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ടാസ്കിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം.